വയനാട് കാവുമന്നത്ത് ഉന്നതിയിലെ വീടുകളിൽ വെള്ളം കയറി. പുഴയിലെ ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളം കയറാൻ കാരണമായത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അത്യാവശ്യമുള്ള ചെറുവാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. ഫൈസൽ വിവരങ്ങൾ നൽകും. ഫൈസൽ, അപ്പോൾ വയനാട് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പലയിടത്തും വെള്ളം കയറും, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നു, താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുകയാണ്. എന്താണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? തിൽസി, ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറത്തറ ഭാഗത്താണ്, കാവുമന്തത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്നതാണ് ഈ കാവുമന്തം പുഴ ഒഴുകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ പിറകു വശത്താണ്. ആ വീടിൻ്റെ ഈ മൺതിട്ടൊക്കെ ഇടിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ ഇപ്പോൾ അടുക്കള വശത്തു കൂടെയാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകുന്നത്. മാത്രമല്ല, ഈ ഒരു നല്ലൊരു മഴ കൂടി പെയ്താൽ ഈ പുഴ പൂർണ്ണമായും ഈ അകത്തേക്ക് പ്രവേശിക്കും, വീടിനകത്തേക്ക് ഉൾപ്പെടെ പ്രവേശിക്കുകയും ചെയ്യും. ഇത് ഉന്നതിയാണ്, കാവുമന്തം ഉന്നതിയാണ് ഇത്. ഈ ഉന്നതിയിലാണ് ഇപ്പോൾ 6ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 6ഓളം കുടുംബങ്ങൾ മാത്രമല്ല, നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ആ വീടുകളിലൊക്കെ തന്നെയും ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പകുതി സ്ഥലത്തേക്കും പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ ചളിയും നിറഞ്ഞിട്ടുണ്ട്. അത്രയും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. ഇവരോടൊക്കെ തന്നെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, 8ഓളം കുടുംബങ്ങളായി 24 പേരെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവരെയും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട്. നമുക്കിത് ചേട്ടനോട് ചേട്ടാ, വ്യവസ്ഥയിൽ വീടിൻ്റെ ബേക്കിൽ ഇപ്പോൾ സാറ് കണ്ടില്ലേ, വെള്ളം കയറി ഓടിയിടിഞ്ഞ് നിർത്തില്ലാത്തൊരവസ്ഥയല്ല ഇപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയല്ല. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട്. മാറും. ഒരു 5-5 ആകുമ്പോൾ ഞാൻ അവിടുന്ന് പോകും. സ്ഥിരമായിട്ടുണ്ടാകുന്ന അവിടെ സാധാരണയാണ് ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇവരോട് മാറാനും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവം വയനാട് പടിഞ്ഞാറത്തറയിൽ ഷോക്കേറ്റ് ഒരാൾ മരിക്കുകൂടി ചെയ്തിട്ടുണ്ട്. മാഞ്ഞൂറ സ്വദേശി ബെന്നിയാണ് മരിച്ചത്. മൃതദേഹം കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതായത് മോട്ടോറിൽ നിന്ന് അബദ്ധത്തിൽ ഷോക്കേൽക്കുകയായിരുന്നു. മീൻപിടുത്തത്തിൻ്റെ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കുന്നതിനാണ് ഈ ഷോക്കേറ്റ് ഇദ്ദേഹം മരണപ്പെടുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണവുമുണ്ട്. ഇങ്ങാപ്പുഴയിലും അടിവാരത്തും ഉൾപ്പെടെ വെള്ളം കയറിയതിനെ തുടർന്നാണ് താമരശ്ശേരി ചുരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റായ ലക്കിടിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത്യാവശ്യ ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇപ്പോഴും കടത്തിവിടുന്നത്. ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കൽപ്പറ്റ നഗരത്തിലും അതുപോലെ ചുണ്ടേലിലും ഇത്തരത്തിൽ വാഹന പരിശോധന നടത്തിയ ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. ചെറുവാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെയും അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളും ഇല്ല എന്നുള്ളത് ഒരു ഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ജിൽസി.